അടച്ചിട്ട മുറിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിർബന്ധിത ഗർഭചിത്രത്തിന് കൂടുതൽ തെളിവുകളുണ്ട് എന്നാണ് കോടതിയിൽ നിന്ന് അറിയുന്നത്. രാഹുൽ നിർബന്ധിക്കുന്ന ചാറ്റുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു. ഗർഭചിത്രമാണ് അതിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുന്ന ഒരു വകുപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചാറ്റുകൾ രാഹുൽ എങ്ങനെയാണോ നിർബന്ധിച്ചത് അതിജീവിതയെ, അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നിർബന്ധിത ഗർഭചിത്രവുമായി ബന്ധപ്പെടുത്തി ഇന്നലെ തന്നെ നിരവധി തെളിവുകൾ പെൺകുട്ടി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും കോടതി എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ജാമ്യാപേക്ഷ തള്ളാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുമുണ്ട്. കാരണം ഗർഭചിത്രത്തിൽ അത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്, എന്തൊക്കെ തെളിവുകളാണ് എന്നൊക്കെയുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സിജോ വിജോൺ വിജിൻ വായനോട് ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന കൂടുതൽ തെളിവുകൾ? തന്നെ എന്തായാലും വാദം 11:30 കഴിഞ്ഞതോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം പ്രതിഭാഗമാണ് വാദം ഉന്നയിച്ചത്. കൂടുതൽ തെളിവുകളില്ല, പെൺകുട്ടിയുടെ നിർബന്ധം തന്നെയാണ്, പെൺകുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഗർഭചിത്രം നടത്തിയത്, അല്ലാതെ രാഹുൽ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രതിഭാഗം ആദ്യം വാദിച്ചത്. പക്ഷേ അതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ആ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചാറ്റിന്റെ വിവരങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകർ ഹാജരാക്കിയ ചാറ്റിന്റെ വിവരങ്ങൾ, അത് പെൺകുട്ടി സ്വമേധയെടുത്ത തീരുമാനമാണ് ഗർഭചിത്രം നടത്താൻ എന്നുള്ള ചാറ്റായിരുന്നു പുറത്തുവിട്ടത്, കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനെ ഗണ്ണിക്കാനാണ് അതിന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന ചാറ്റുകളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനുള്ള സാധ്യതയാണ് നിലവിൽ എന്തായാലും കാണുന്നത്. നേരത്തെ വീട്ടിലെത്തിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നൽകിയ രേഖകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ തയ്യാറായില്ലെങ്കിൽ താൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണിയും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ട്, അതുകൊണ്ട് തുടർവാദം വേണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷനാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇപ്പോൾ തുടർവാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അന്തിമവാദം പൂർത്തിയാക്കി അല്പസമയത്തിനകം ഒരുപക്ഷെ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ധന്യ. ശരി വിജിൻ, എന്തായാലും ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കിയാണ് പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് എന്നതുൾപ്പെടെയുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കും വിധി എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഒരുപക്ഷെ വാദം പൂർത്തിയായതിനു ശേഷം വിധി പറയാൻ ഇന്ന് തന്നെ വിധി പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കോടതി അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ വൈകിട്ടത്തേക്ക് മാറ്റിവെക്കുമോ എന്നൊക്കെയുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും വാദം തുടരുകയാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ്, തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നുള്ളതാണ്. അത് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ചാറ്റുകൾ ഇപ്പോൾ നേരത്തെ പുറത്തു വന്നത് മാത്രമല്ല, അതിന് മുൻപുള്ളതും ശേഷമുള്ളതുമായിട്ടുള്ള ചാറ്റുകൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഗർഭചിത്രത്തിന്റെ, അതും വളരെ ഈ പെൺകുട്ടിയെ കൊണ്ട് ഗുളിക കഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള, അതും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ഗുളിക കഴിപ്പിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്, അതിന്റെ തെളിവുകളാണ് ഹാജരാക്കാൻ സാധിച്ചിരിക്കുന്നത്. കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്.